Welcome, Sahib. Welcome. Praise the Lord. Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവജനത്തോടുകൂടി ആയിരിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. आशीषित एक और समय परमेश्वर के लोगों के साथ बिताने के लिए प्रभु ने दिया, इसके लिए प्रभु का धन्यवाद करता हूँ. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗത്തിൽ നിന്നാണ്. इन दिनों में हम पहाड़ी उपदेश में से सीख रहे हैं. സഹോദരങ്ങളെ, ഈ വചനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഉൾബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. प्रिय भाई बहनों, जब हम इन वचनों को सीखते हैं, हमारे अंदर ये एक बात रहे कि प्रभु यीशु मसीह जो हमारा प्रभु है हमसे क्या चाहते हैं. കർത്താവായ ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില പ്രത്യേകതകളുണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. जब हम प्रभु यीशु मसीह के अनुकारी है, तब संसार भी हमसे बाकी लोगों से अलग कुछ बातों को उम्मीद करते हैं. നാം ഇവിടെ പഠിച്ച ബി ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ മുന്നോട്ട് 12 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ ഒരു ദൈവ പൈതലിൽ കാണേണ്ട ക്വാളിറ്റീസ്, ബി ആറ്റിറ്റ്യൂഡ്, സവിശേഷതകൾ, വെർച്യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. जब हमने तीसरे वचन से लेकर जो धन्य वचनों को हमने सीखा, तो हमने ये बातों को ध्यान दिया कि एक मसीही व्यक्ति के जीवन में कैसे गुण होनी चाहिए. ഈ തിരുവചനത്തിന് മുമ്പാകെ നമ്മൾ ഇരുന്നപ്പോൾ ഇതൊക്കെയും കേട്ടപ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ മുമ്പാകെ കഴിഞ്ഞുവോ? क्या जब आपने इस वचन को सुना, अपने आप को आप जान सका परमेश्वर के वचन के अनुसार? കൂടുതൽ കൂടുതൽ ദൈവവചനം നാം കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി, ദൈവസന്നിധിയിലുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഉണ്ടാകുക. जब हम अधिक से अधिक परमेश्वर के वचन से सुनते हैं, परमेश्वर के वचन के प्रति हमारे जवाबदेही और बढ़नी चाहिए. ദൈവവചനം പറയുന്നു, and whomsoever much is given of him shall be much required. അധികം കൊടുത്തിരിക്കുന്നവനോട് അധികമായി ആവശ്യപ്പെടുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. परमेश्वर का वचन हमें ये याद दिलाता है और इस प्रकार कहता है, जिसको अधिक दिया गया है उसे अधिक लिया जाएगा. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ, കർത്താവെ, അങ്ങനെക്ക് വെളിപ്പെടുത്തി തരുന്ന തേജസ്സേറിയ ദൈവവചന മർമ്മങ്ങൾക്ക്, പ്രമാണങ്ങൾക്ക് അനുസരണമായി ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. इसलिए जब हम परमेश्वर के वचन के समीप जाते हैं, हम प्रार्थना करें, प्रभु आप जो व्यवस्था हमें देते हैं उसके अनुसार चलने का अनुग्रह भी हमें दीजिए. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടത് ദൈവവചന ഭാഗം 5:11 മുതൽ 10 മുതൽ 12 വരെയുള്ള വേദഭാഗത്തിൽ നിന്നാണ്. हम पिछले सप्ताह 5 अध्याय के 10वें वचन से लेकर जो बातों को हमने ध्यान दिया. ഞാൻ വീണ്ടും അതൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. मत्ती 5 के 10 वचन से हम इस प्रकार पढ़ते हैं, धन्य है वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है. धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करें और सताएं और झूठ बोल बोल कर तुम्हारे विरोध में सब प्रकार की बुरी बात कहें. तब आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसलिए कि उन्होंने उन भविष्यवक्ताओं को भी जो तुमसे पहले थे इसी रीति से सताया था. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുവാനിടയായി, സഫറിംഗ് ഈസ് ദ മാർക്ക് ഓഫ് അവർ ലവ് ടുവേർഡ്സ് ദ ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നാം അനുഭവിക്കുന്ന, കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. पिछले सप्ताह में हमने इस बात को सुना कि मसीह से जो हम प्रेम करते हैं उसका चिन्ह है हम जो दुख उठाते हैं. ഫിലിപ്പിയ ലേഖനം 1:29 നിന്ന് വചനം കേൾക്കുവാനിടയായി, കർത്താവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവിടുത്തേക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു.
फिलिपियों की पत्री 1:29 से हमने इस बात को सीखा, मसीह पर केवल विश्वास करने के लिए ही नहीं परंतु मसीह के लिए दुख उठाने के लिए भी परमेश्वर ने हमें वरदान दिया है। നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ അളവ്, അതിന്റെ ലെവല് വ്യത്യസ്തമായിരിക്കും. हम में से हर एक जन मसीह के लिए जो दुख उठाते हैं उसकी जो परिमाण जो है अलग अलग हो सकते हैं। 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ദൈവജനം, ദൈവസഭ കടന്നുപോയ പീഡനത്തിന്റെ അനുഭവം, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവമക്കൾ, ദൈവദാസന്മാർ കർത്താവിന് വേണ്ടി സഹിച്ച പീഡനം ഒക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിൽ ചിലരൊന്നും അതിലൂടെ ഒന്നും കടന്നു പോകുന്നില്ലായിരിക്കാം. पहली, दूसरी और तीसरी सदियों में जो सताव परमेश्वर के लोगों पर हुआ और पिछले सदियों में जो सताव कलीसियाओं पर हुआ, उन बातों को जब हम देखते हैं और तुलना करते हैं, हम में से कोई भी ऐसे दुखों में से होकर नहीं गया। ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ, സഹോദരങ്ങളെ, ദൈവജനം വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന വില ഒരു പക്ഷേ നമ്മളിൽ പലരും കൊടുക്കുന്നുണ്ടാവില്ല. संसार के विभिन्न प्रदेशों में जो सताव को हम देख रहे हैं और उत्तर भारत के भी कई क्षेत्रों में जो सताव हो रहे हैं, उन बातों को जब हम देखते हैं, मसीह के लिए जो दाम लोग चुकाते हैं, हम में से कोई भी शायद ऐसा दाम नहीं चुकाते हैं। എന്നാൽ മറ്റൊരു കാര്യത്തിൽ നാം നമ്മെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോക സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യന്റെ ജഡിക ഇച്ഛ ഉണർത്തുന്ന അധികാരമോഹങ്ങൾ മറ്റു പലതും കടന്നു വരുമ്പോൾ, അവിടെ നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം എന്താണ്, എവിടെയാണ് നമ്മൾ നിലകൊള്ളുന്നത്? परंतु एक बात जिस पर हमें बहुत ध्यान देना है वो ये है कि जो प्रेरणाएं, जो प्रलोभन हमारे जीवन में आते हैं अधिकारों को लेकर और अन्य शरीर की लालसाओं को लेकर, जब हमें प्रेरणाएं हमारे जीवन में आते हैं, उस समय जो निर्णय हम लेते हैं वो हमें बड़ी सतर्कता से लेना अनिवार्य है। 1 പത്രോസ് 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. पहला पत्रस 4 में एक वचन इस प्रकार कहते हैं, जो शरीर में दुख उठाते हैं वह पाप से छुटकारा पाते हैं। നമ്മുടെ ജഡം ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നാം അതിനെ ആത്മാവിൽ വേണ്ട എന്ന് പറയുക എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ്. जब शरीर एक चीज के लिए मांग करते हैं, शरीर का में प्रेरणा होती है, लालसा होती है, उस समय आत्मा में उसको मना करना एक दुख उठाना है। ലോകം നമ്മുടെ മുമ്പിൽ പല വാഗ്ദത്തങ്ങളും വെക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കിട്ടിയിരിക്കുന്ന റിസോഴ്സസിൽ മറ്റു പലരും അത് ഉപയോഗിക്കുന്ന വഴിയിൽ നാം ഉപയോഗിച്ചാൽ കൂടുതലായി സമ്പന്നത ലഭിക്കുമെന്ന് കാണുമ്പോൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആ വിശുദ്ധമായത്, അരുതാത്തത് വേണ്ട എന്ന് പറയുന്നത് ഒരു കഷ്ടം തന്നെയാണ്. जब संसार हमें कई चीजें वादा करता है और जैसे संसार के लोग इस संसार में गलत काम करके हमें ऊंचाइयों पर जाता है, उसी प्रकार जाने का लालच जब हमें दिया जाता है, तब उनको मना करना, आत्मा में मना करना एक कष्ट उठाना है। നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ പ്രൊഫഷനിലായിക്കൊള്ളട്ടെ, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പല നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു. എൻ്റെ അതേ പ്രൊഫഷനുള്ളവർ എനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ 3-4 ഇരട്ടി നേടുമ്പോൾ, ഞാൻ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട്, കർത്താവിന്റെ ദാസനായിരിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പലതും എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. मेरे कार्य क्षेत्र में हो सकते हैं, हमारे कार्य क्षेत्रों में भी जैसे मेरे साथ कार्य करने वाले अन्य लोग गलत काम करके हमें दुगुना तिगुना अपनी कमाई को करता है, तब मैं मसीह होने के कारण वैसा काम नहीं कर सकता, ये भी एक दुख उठाना है। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പല തുറകളിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളാണ്. ഒരുപക്ഷെ ശാരീരിക കഷ്ടം ആയിരിക്കത്തില്ല നമ്മൾ അനുഭവിക്കുന്നത്, മാനസികമായ പീഡനങ്ങളിലൂടെ, പിരിമുറുക്കങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. कई बार ये जरूरी नहीं कि हम शारीरिक रूप में ही सताया जाएं, कई बार हम मानसिक रूप में भी बहुत तनाव और बहुत दुखों को उठाते हुए मसीह के लिए आगे बढ़ना जरूरी है। പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു, എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, പഴയ നിയമത്തിൽ ഈ അവസ്ഥകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യവസ്ഥകൾ മാറിപ്പോയി. അതിന്റെ കാരണം എന്താണ്?
हमने पिछले सप्ताह में सुना पुराने नियम में ऐसे कोई भी बात नहीं था, परंतु नया नियम में जब आया सारी व्यवस्थाएं बदल गया। ऐसा क्यों है? പഴയ നിയമത്തിൽ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവ് ഭൗതികമായ അനുഗ്രഹങ്ങളായിരുന്നു, ശത്രുവിന്റെ മേലുള്ള ജയമായിരുന്നു. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ളത് ഭൗതിക നന്മകളിലായിരുന്നു പഴയ നിയമത്തിൽ പ്രകടമായിക്കൊണ്ടിരുന്നത്. जब पुराने नियम में हम देखते हैं भौतिक आशीषों को परमेश्वर की प्रसन्नता के एक चिन्ह के रूप में देखे जाते थे, और जब प्रभु ने कहा है कि मैं तेरा आदर करूंगा, तब परमेश्वर उनको भौतिक आशीषों से आदर करते थे। लेकिन नया नियम में बातें सब कुछ उससे भिन्न हैं। യേശു കർത്താവിന്റെ ജീവിതം മുതൽ അപ്പോസ്തലന്മാരുടെ ജീവിതം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ ഭക്തന്മാരൊക്കെയും തന്നെ അവർ കഷ്ടതയുടെ മധ്യത്തിലൂടെ കടന്നുപോയാണ് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയത്. यीशु मसीह से लेकर हमें प्रेरितों के जीवन को भी हम देखते हैं कि मसीह की महिमा के लिए कई प्रकार के दुख उठाते हुए अपने जीवन में वे आगे बढ़े। പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ തങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, ചെങ്കടൽ രണ്ടാകുന്നത് കണ്ടപ്പോൾ, യോർദാൻ പിളരുന്നത് കണ്ടപ്പോൾ, യെരിഹോ മതിൽ വീഴുന്നത് കണ്ടപ്പോൾ, ആകാശത്ത് നിന്ന് മന്ന വരുന്നത് കണ്ടപ്പോൾ, കർത്താവ് അവരോടുകൂടെ യാത്ര ചെയ്യുന്നത്, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ, ഇതിന്റെയൊക്കെ മധ്യത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിടത്താണ് പുതിയ നിയമ വിശുദ്ധന്മാർ കഷ്ടതയുടെ മധ്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. पुराने नियम के भक्तों को हम देखते हैं कि उन्होंने लाल समुद्र को दो भाग होते हुए देखा, यर्दन नदी को बढ़ते हुए देखा, यरीहो की दीवार को गिरते हुए देखा, और मन्ना को आसमान से बरसाते हुए देखा। आमिन। दिन में बादल के खंबे से, रात को आग के खंबे से परमेश्वर उनके साथ चलते हुए हमें अद्भुत कामों का गवाह बना। लेकिन उस समय में नया नियम के लोग बहुत क्लेशों के द्वारा अपने जीवन को आगे बढ़ाते हैं। നമ്മളൊരു കുറച്ച് സമയം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇത് എന്താണ് ഇതിന്റെ രഹസ്യം? പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരെ ഈ വഴിയിലൂടെ നടത്തുന്നതിന്റെ രഹസ്യം എന്താണ്? ദൈവിക പദ്ധതി എന്താണ്? हम थोड़े समय इस बात को रुक कर मनन करें कि इसके पीछे भेद क्या है, इसके पीछे रहस्य क्या है कि नया नियम के भक्तों को परमेश्वर इन दुखों में से लेकर जा रहा है। കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, പഴയ നിയമ വിശുദ്ധന്മാർ അവരെത്ര വലിയവരായിരുന്നെങ്കിൽ തന്നെയും യോഹന്നാൻ സ്നാപകന്റെ നാളുവരെ കർത്താവിന്റെ ദാസന്മാര്, കർത്താവിന്റെ ദാസിമാരെന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. हमने पिछले सप्ताह ये बात को ध्यान दिया कि पुराने नियम के भक्त लोग कितने भी बड़े क्यों ना थे, वे परमेश्वर के दास, परमेश्वर के दासी कहलाते थे। എന്നാൽ നമ്മൾ കേട്ടു, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു വിശ്വാസി എത്ര ചെറിയവനായിരുന്നാലും അവൻ ദാസനെന്നും ദാസിയെന്നുമല്ല അറിയപ്പെടുന്നത്. കർത്താവിന്റെ മക്കൾ പദവി, കർത്താവിന്റെ മകൻ, മകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. परंतु नया नियम में हमने इस बात को सुना कि जब नए नियम में एक विश्वासी, चाहे वो कितने भी छोटे विश्वासी भी क्यों ना हो, वो हमें किसी भी भेद नहीं है, वो परमेश्वर का बेटा या बेटी कहलाते हैं। പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചപ്പോൾ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അത്യുന്നതനായ ദൈവത്തെ എന്റെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ പ്രിവിലേജ് ക്രിസ്തുവിൽ നമുക്ക് സ്വർഗം തന്നു. और पुराने नियम के संत लोग जो हैं स्वर्ग की ओर देकर हे अब्राहम, इसहाक और याकूब का परमेश्वर करके, हे मेरे परमेश्वर करके पुकारा। नया नियम में परमेश्वर ने एक सौभाग्य और अधिकार हमें दिया कि हम उस परमेश्वर को हे अब्बा, उस आमीन सबसे महान परमेश्वर को हे अब्बा पिता करके पुकार सके। പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ, ഇവിടെ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ വിശുദ്ധ മന്ദിരമാക്കി സ്വർഗം തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു, ആത്മാവിനെ നിറച്ച് നമ്മളെ മന്ദിരങ്ങളാക്കി മാറ്റി. पुराने नियम के संत लोग परमेश्वर की आराधना करने के लिए वे यरूशलेम में मंदिर की ओर भाग जाते थे, परंतु नया नियम में परमेश्वर ने हम सबको पवित्र मंदिर बनाया। 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:19 ഇതൊക്കെയും വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ്, സാക്ഷാൽ ദൈവം തന്നെ, ക്രിസ്തു തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ദൈവത്തിന്റെ വചനം നമ്മളെ നയിക്കുന്നു. पहला कुरिन्थी 3 अध्याय का 16 और 6 अध्याय का 19 जब हम पढ़ते हैं, हम परमेश्वर के वचन में इस प्रकार पढ़ते हैं कि हम परमेश्वर के पवित्र मंदिर हैं, परमेश्वर के पवित्र आत्मा और परमेश्वर स्वयं, प्रभु यीशु मसीह स्वयं हम में निवास करते हैं।
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ നിയമത്തിലെ ജനം കടന്നു പോകാത്ത വഴികളിലൂടെ പുതിയ നിയമത്തിലെ ജനം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥയിൽ ദൈവസന്നിധിയിലൂടെ നമ്മുടെ സ്ഥാനങ്ങളിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. आप एक बार सोच के देखिए, पुराने नियम के संतों और हमारे बीच में, हम नए नियम के लोगों के बीच में कितने बड़ा अंदर हमारे जीवन में आया है। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു. കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, നിന്ദയിലൂടെ, പരിഹാസങ്ങളിലൂടെ, തിരസ്കരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. और इसका कारण क्या है आप जानते हैं? जब हम निंदाओं से, अपमानों से, हमें तिरस्कार में से होकर जब निकलते हैं, हम नहीं जानते ऐसा एक कार्य हमारे जीवन में चल रहा है। റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു ശ്രേഷ്ഠമേറിയ ദൈവിക രഹസ്യം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. रोमियों के पत्री 5 अध्याय के 3 और 4, 5 वचन को जब हम पढ़ते हैं, वहां पर हम परमेश्वर की ओर से एक भेद की बात को समझ पाते हैं। അവിടെ എഴുതിയിരിക്കുന്നു, അത് वहां पर इस प्रकार लिखा है, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. यह जानकर कि क्लेश से धीरज और धीरज से खरा निकलना और खरे निकलने से आशा उत्पन्न होती है, हम क्लेशों में भी घमंड करें। സഹോദര സഹോദരി, കഷ്ടതയുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നത്. मेरे प्रिय भाइयों और बहनों, जब हम क्लेशों में से होकर जाते हैं, उस समय हम मसीह के साथ समय बिताने के लिए अपने आप को नम्र कर देते हैं। നമ്മുടെ ചുറ്റുപാടും പീഡനം വർദ്ധിക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഒരു വഴി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവകൃപ പ്രാപിക്കുക എന്നുള്ളതാണ്. जब हमारे चारों ओर परेशानियां और सताव बढ़ जाते हैं, हम आगे बढ़ने के लिए रास्ता नहीं देख पाते, उस समय हमारे लिए मसीह विश्वास में आगे बढ़ने के लिए एक ही रास्ता होता है कि हम परमेश्वर के हुजरी में उसके साथ बैठ जाएं। ഇവിടെ എഴുതിയിരിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. यहां पर रोमियों की पत्री 5 अध्याय के 3 से जब हम पढ़ते हैं, वहां पर लिखा है कि क्लेश से धीरज, धीरज से खरा निकलना और खरा निकलने से आशा उत्पन्न होती है। അതിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, അതിനൊന്ന് ഷോർട്ടൻ ചെയ്യുകയാണെങ്കിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഷ്ടത അവസാനം നമ്മളെ പ്രത്യാശയിലേക്ക് എത്തിക്കുമെന്ന്. और उसको यदि हम संक्षिप्त में कहेंगे तो हम इस प्रकार कह सकते हैं, हमारी क्लेश हमें आशा की और लेकर जाती है। കഷ്ടത വർദ്ധിക്കുമ്പോൾ നമുക്കൊരു ശ്രേഷ്ഠമേറിയ പ്രത്യാശ ഉണ്ടാകുകയാണ്. ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്. ചില നാളുകൾ കഴിയുമ്പോൾ കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, വേദനയില്ലാത്ത, നിന്ദയില്ലാത്ത ശ്രേഷ്ഠമേറിയ നിത്യതയിൽ എന്റെ കർത്താവിനോട് കൂടെ നിത്യയുഗം ഞാൻ വാഴുമെന്നുള്ള പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കും. जब क्लेश हमारे जीवन में बढ़ जाती है, तब हमारे अंदर एक आशा हमें परमेश्वर की ओर से भर जाती है कि इस ऐसा एक भविष्य में, ऐसा एक देश में जिसमें क्लेश नहीं, दुख नहीं, वहां पर हम परमेश्वर के साथ एक दिन आनंद करेंगे। ലോക സുഖത്തിൽ നാം ആനന്ദിക്കുമ്പോൾ, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണ് ലോകത്തിന്റെ സമ്പന്നതയിലും സൗഭാഗ്യത്തിലും നാം ആശ്രയിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള നോട്ടം നമ്മുടെ മാറി ഈ ലോകത്തിലേക്ക് നമ്മുടെ നോട്ടം മാറിപ്പോകും. जब हम संसार के सुखों में, हमें बिल्कुल सुख विलासों में लिप्त हो जाते हैं, संसार के प्रलोभनों में और हमें लालसाओं में फंस जाते हैं, हमारी नजर जो है उस आशा से गिरकर संसार की ओर लग जाते हैं। Rather than becoming heavenly centered, we become earthly centered. हम स्वर्ग पर केंद्रित होने के जगह में हम संसार पर केंद्रित हो जाते हैं। അതുകൊണ്ട് ദൈവമക്കളെ, അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഭക്തന്മാർ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചത്. കാരണം ഈ ലോകത്തിൽ കുറച്ചു കാലം ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരല്ല ഞങ്ങൾ, അനന്തയുഗത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യമാണ് അവരെ നടത്തിയത് മുന്നോട്ട്. इसलिए पहले सदी से लेकर नए नियम के संतों के द्वारा क्लेश में भी परमेश्वर का धन्यवाद किया जाता था, क्योंकि वो जानते थे कि हम इस संसार में थोड़े दिन रहने के लिए
नहीं बुलाए गए, परंतु हम स्वर्ग का परमेश्वर के साथ सदा रहने के लिए बुलाए गए लोग हैं। കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ലോകത്തിലെ സമ്പന്നന്മാരുടെ അവസാനം എവിടെയാണെന്ന്. നമ്മുടെ മുന്നിലുള്ള സമ്പന്നന്മാരെ നോക്കിക്കേ, അധികാരികളെ നോക്കിക്കേ, ലോകത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസിനെ, ലീഡേഴ്സിനെ, പൊളിറ്റീഷ്യൻസിനെ, ആരുമായിക്കൊള്ളട്ടെ, ആന്ത്രോപോളജിസ്റ്റ്, സയന്റിസ്റ്റുകൾ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ഒക്കെ ജീവിതം മരണം കൊണ്ട് ഈ ലോകത്തിൽ അവസാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, മരണത്തിനപ്പുറത്ത് ശ്രേഷ്ഠമേറിയ പ്രത്യാശയേറിയ ഒരു ജീവിതം എനിക്കും നിനക്കും മാത്രമേ ഉള്ളൂ. और जब हम इस संसार में देखते हैं, पिछली बार हमने सुना था कि जब इस संसार के धनवान लोग, चाहे वो कितने भी विख्याता क्यों ना हो, कितने भी श्रेष्ठ व्यक्ति क्यों ना हो, हमें कोई साइंटिस्ट हो, कोई हमें महान और धनी लोग क्यों ना हो, उनका अंत मृत्यु से उनका जीवन समाप्त हो जाते हैं, लेकिन हमारी आशा मृत्यु के पार एक जीवन में है. അവർ ഈ ലോകത്തിൽ നേടിയതെല്ലാം, ഉറക്കളച്ച് നേടിയത്, പട്ടിണി കിടന്ന് നേടിയത്, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ച് നേടിയത്, ജീവിതം മുഴുവനും ഹോമിച്ച് നേടിയതൊക്കെ ഈ ലോകത്തിൽ വിട്ടിട്ട് പോകുമ്പോൾ ഞാനും നീയും കർത്താവിന് വേണ്ടി അധ്വാനിച്ച് നേടിയത് കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് നിറച്ച് സ്വർഗീയ നിക്ഷേപം ഉണ്ടാകും. जब वे लोग इस संसार में जो कुछ भी अपना नींद खराब कर कर कमाए, दूसरों का पेट में से कमाए, दूसरों का हक मार कर कमाए, वो सब कुछ यहां पर छोड़ कर जाएंगे, परंतु जब हम दुखों में से होकर मसीह के लिए आगे बढ़ेंगे, हमारे हाथों में हमें स्वर्ग का बहुत बड़ा खजाना हमारे हाथों में होंगे. അതുകൊണ്ട് കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപം വരുത്. പുഴുവും തുരുമ്പും എടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വെച്ചുകൊള്ളുവിൻ. इसलिए प्रभु यीशु मसीह इस प्रकार कहता है, हमें तुम्हारा जो हमें भंडार जो है, हमें तुम्हारा जो हमें धन जो है वहां पर इकट्ठा करो, हमें जहां पर कोई कीड़े और खाई ना लगे, कोई चोर चुरा कर नहीं लेकर जाएं. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി നിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണെങ്കിൽ, സ്വർഗത്തിലെ കർത്താവ് നിന്നെ മടക്കി വിളിക്കുകയാണെങ്കിൽ, അതല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത ഈ സംസാരിക്കുന്ന സമയത്ത് നടക്കുകയാണെങ്കിൽ, നീ നിത്യതയിലേക്ക് പോകുന്നത് വെറും കൈയോടെ ആയിരിക്കുമോ, അതോ നിന്റെ ജീവിതത്തിൽ നീ ചില നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതിയിട്ടുണ്ടോ? मुझे सुनने वाले प्रिय भाई और बहनें, मैं आपसे ये सवाल करना चाहता हूं कि यदि आज आपका मृत्यु हो, या आज इस वचन सुनते हुए हम बैठते समय प्रभु यीशु का आगमन हो, तो क्या आपके पास परमेश्वर की उपस्थिति में, स्वर्ग में, क्या आपके लिए कोई धन इकट्ठा किया है कि नहीं? കർത്താവിന്റെ നാമത്തിനു വേണ്ടി അനുഭവിക്കുന്ന നിന്ദയും കഷ്ടങ്ങളും പരിഹാസങ്ങളും എല്ലാം സ്വർഗത്തിലെ നിക്ഷേപം ഓരോന്നോരോന്നായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. जब आप मसीह के नाम से इस संसार में दुख उठाते हैं, निंदा सहते हैं, अपमान सहते हैं, आप स्वर्ग में अपने लिए प्रतिफल इकट्ठा कर रहे हैं. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്. इसलिए याकूब की पत्री 1 अध्याय उसका 12वीं वचन इस प्रकार हम पढ़ते हैं. അവിടെ എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. वहां पर इस प्रकार लिखा है, धन्य है वह मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वो मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वाले से की है. ഇന്നത്തെ യൂട്യൂബുകളിൽ കേൾക്കുന്ന മെസ്സേജുകളല്ല ജീവകിരീടം പ്രാപിക്കുവാനുള്ള വഴി. ജീവകിരീടം പ്രാപിക്കുവാനുള്ള വഴി അതിനു മുമ്പേ നാം കൊള്ളാകുന്നവനായി കർത്താവിന്റെ സന്നിധിയിൽ തെളിയപ്പെടേണ്ടിയിരിക്കുന്നു. आज YouTube में जो आप संदेश सुनते हैं, वो संदेश के अनुसार नहीं है उस जीवन का मुकुट पाने का मार्ग. ഇവിടെ പറയുന്നു, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ സഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, നാം അവിടെ ദൈവസന്നിധിയിൽ പ്രൂവ് ചെയ്യുകയാണ്, കർത്താവെ ഞാൻ അങ്ങയോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിന്റെ പൗരനായി തീരുവാൻ തക്കവണ്ണം കൊള്ളാകുന്ന ഒരു വ്യക്തിയാണെന്ന്. और यहाँ पर हम पढ़ते हैं कि जब हम परीक्षा में स्थिर रहते हैं, या जब हम परीक्षा और दुख मसीह के लिए सहते हैं, तब हम मसीह के सामने अपने आप को खरा स्थापित करते हैं कि हम स्वर्ग का नागरिक बनने के लिए खरा है. എല്ലാം അനുകൂലമാകുമ്പോൾ, എല്ലാം സുഖമായി നടക്കുമ്പോൾ, കർത്താവിന്റെ സാക്ഷിയാണ് നമ്മളൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
जब सब कुछ सही है, जब जीवन में सुख ही सुख होता है, जब सब आनंदमय होते हैं, तब हम मसीह के गवाह है कहना बहुत आसान है। എന്നാൽ എല്ലാം പ്രതികൂലമാകുമ്പോൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, എല്ലാം നമുക്ക് പ്രതികൂലമായി നാം എല്ലാവരും കൈവിടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, പിന്നെയും വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നതിനാണ് കൃപ ആവശ്യം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. परंतु जब सब कुछ नष्ट हो जाते हैं, जब सब कुछ प्रतिकूलतम होते हैं, जब निंदा और परेशानी हमारे जीवन को घेरते हैं, उस समय हम सच में प्रभु की गवाह कहेंगे, तो वहां पर हम मसीह के लिए खरा निकलेंगे। ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം പറയുന്നു, അങ്ങനെ നമ്മൾ കൊള്ളാകുന്നവനായി തെളിയുമ്പോഴാണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നത്. क्योंकि यहां पर लिखा है, खरा निकल कर हम जीवन का वो मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है। എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്ന് മാത്രമേ എനിക്ക് എപ്പോഴും ഉള്ളൂ. ഈ ലോകം എന്റെ മുമ്പിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരാം, ഒത്തിരി 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 ഓഫറുകൾ കൊണ്ടുവരാം, വാഗ്ദത്തങ്ങൾ കൊണ്ടുവരാം. എന്നാൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നിത്യത, എന്റെ കർത്താവിനോട് കൂടെയുള്ള വാസം. मेरे आंखों के सामने संसार भले ही बहुत सारे चीजों का लालच दे सकता है, परंतु मेरे नजर के सामने एक ही बात होनी चाहिए, वो है परमेश्वर के साथ का वो अनंत काल का जीवन। കർത്താവിന്റെ ദാസനായ ജോനാഥൻ എഡ്വേർഡ് അദ്ദേഹം എഴുതിയ ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, വളരെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ. അദ്ദേഹം അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഓ ലോർഡ് റൈറ്റ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. जोनाथन एडवर्ड कर एक हमें विख्यात परमेश्वर के दास एक बार इस प्रकार एक कथन को लिखा कि हे प्रभु, हमें अपने अनंत काल की आशा को मेरी आंखों में लिख दे। എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയില് നിത്യത എന്നൊന്ന് എഴുതി തരണമേ എന്ന്. പ്ലീസ് റൈറ്റ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ നിത്യത ഒന്നെന്ന് എഴുതി തരണമേ എന്ന്. उसने प्रार्थना किया कि हे प्रभु, मेरी आंखों की पुतली में लिखते अनंत काल का जीवन। കാരണം ഞാൻ എന്റെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത് നിത്യത എന്നുള്ള വാക്കാണ്. क्योंकि ताकि मैं आंख जब खोलूं तब मैं देख सकूं उस अनंतता, उस अनंत काल का जीवन शब्द देख सकूं। ലോകത്തിൽ നോക്കുമ്പോൾ ജഡിക സുഖങ്ങൾ തരുന്ന അനേക കാര്യങ്ങൾ, ജഡിക ഇച്ഛ വളർത്തുന്ന അനേക കാര്യങ്ങൾ, മോഹങ്ങൾ എന്റെ മുമ്പിൽ കാണുമ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിത്യത എന്നുള്ളത് എപ്പോഴും ഞാൻ കണ്ടാൽ ഇതിലൊന്നിലും ഞാൻ ആകർഷിക്കപ്പെടാതെ എന്റെ കർത്താവിന് വേണ്ടി എന്നെ തന്നെ സൂക്ഷിച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കും. यदि जब मैं इस संसार में देखता हूं, संसार में मुझे लालच देने वाले, मुझे प्रलोभन देने वाले कई बातों को जब देखूं, उससे पहले मेरे नजर में उस अनंत काल का जीवन को मैं देखने पाऊं, ताकि मैं इस संसार के सुख में से अलग होकर उस अनंतता के लिए अपने आप को तैयार कर सकूं। പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ചില വാക്യങ്ങൾ കഷ്ടതയുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. पत्रस अपने पहले पत्री में हमें कुछ शब्दों को क्लेश के बारे में लिखा है, उसको मैं पढ़कर सुनाना चाहता हूं। 1 പത്രോസ് 2-ാം അധ്യായം 20 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. 1 Peter chapter 2 verse 20 onwards. पहला पत्रस 2रा अध्याय उसका 20वें वचन से हम पढ़ेंगे। കർത്താവിന്റെ ദാസൻ അതൊന്ന് വായിച്ചാട്ടെ താഴേക്ക്. क्योंकि यदि तुमने अपराध करके घूस से खाए और धीरज धरा तो इसमें क्या बड़ाई की बात है, पर यदि भला काम करके दुख उठाते हो और धीरज धरते हो तो यह परमेश्वर को भाता है, और तुम इसी के लिए बुलाए भी गए हो, क्योंकि मसीह भी तुम्हारे लिए दुख उठाकर तुम्हें एक आदर्श दे गया है कि तुम भी उसके पद चिन्हों पर चलो। Praise the Lord. Hallelujah. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമുക്ക് മുമ്പ് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു, നാം അവിടുത്തെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടതിന്. यहां पर लिखा है कि मसीह भी तुम्हारे लिए दुख उठाकर एक आदर्श दे गया है कि तुम भी उसके पद चिन्हों पर चलो।
സഹോദര സഹോദരി, ഇത് കേൾക്കണമേ. നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചത് കൊണ്ട്, അപ്പോസ്തലന്മാർ കഷ്ടം സഹിച്ചത് കൊണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും ഈ നാളുകളിലും മിഷണറിമാർ കഷ്ടം സഹിച്ചത് കൊണ്ട് നമ്മളിൽ പലരും ദൈവത്തിന്റെ തിരുവചനം കേൾക്കുവാനും ശ്രേഷ്ഠമേറിയ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുവാനും തക്കവണ്ണം ഇടയായി. मेरे प्रिय भाइयों और बहनों, आप इस बात को समझें कि प्रभु यीशु मसीह ने दुख उठाया, प्रेरितों ने दुख उठाया और हमसे पहले कई मसीह लोगों ने दुख उठाया, इसलिए आज हम इस विश्वास जीवन के सौभाग्य में आ सके. നാം കഷ്ടത ഏൽക്കുവാൻ തക്കവണ്ണം തയ്യാറായില്ലെങ്കിൽ നാളത്തെ തലമുറ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളത്തെ തലമുറ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാകുകയില്ല. നാം ആയിരിക്കുന്ന ദേശം കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാകുകയില്ല. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടം കർത്താവിന് വേണ്ടി അവകാശപ്പെടേണ്ടതിന്, നാളത്തെ തലമുറ കർത്താവിനെ അറിയേണ്ടതിന് നാം ഓരോരുത്തരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടിയിരിക്കുന്നു. इसलिए यदि हम दुख उठाने के लिए तैयार नहीं होंगे, आने वाली पीढ़ी मसीह को जान नहीं पाएंगे. हम जिस देश में रहते हैं वो देश मसीह को जान नहीं पाएंगे. इसलिए कि हमारा देश मसीह को जान पाए, आने वाले पीढ़ी मसीह को जान पाए, इसलिए मसीह के लिए दुख उठाने के लिए हम तत्पर रहें. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളില് അനേകര് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അവർ അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. അവർ അന്ധകാരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു നാളിൽ കർത്താവിന്റെ സന്നിധി നാം നിൽക്കുമ്പോൾ അവരുടെ കണ്ണുനീര് നമ്മുടെ മുമ്പിൽ നിൽക്കുവാനിടയാകരുത്. അവർ നമ്മളോട് ചോദിക്കുവാനിടയാകരുത്, ഈ സത്യം എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന്. जब हमारे आसपास के लोग जो अंधकार के अधीन पड़ा हुआ है, जब वे अंधकार के अधीन होकर मर जाएंगे और जब प्रभु के सामने खड़े होंगे, तब हमारे सामने उनकी आंसू एक सवाल खड़ी ना करने पाए कि तूने क्यों इस मसीह के बारे में हमें नहीं बताया. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ കൂട്ടുകാര്, നിന്റെ വീട്ടുകാര്, നിന്റെ മക്കള്, നിന്റെ തലമുറയിലുള്ളവര്, നിന്റെ ചുറ്റുപാടുമുള്ളവര് നിത്യനരകത്തിലേക്ക് എറിയപ്പെടുന്നത് കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാനിടയാകരുത്, ഈ ഭൂമിയിൽ വെച്ച് അവരോടൊരു വാക്ക് സുവിശേഷം പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ നരകത്തിൽ വീഴുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നീ ദുഃഖിക്കുവാനിടയാവരുത്. आप जब आपके आंगों के सामने अपने प्रियों को, मित्रों को, आपके आसपास के लोगों को नरक की आग की ओर जाते देखेंगे, तब आपके मन में ये आप कहने ना पाए, इस बात के लिए आप दुखी ना होने पाए कि काश मैं इस संसार में उनको एक बार सुसमाचार सुनाया होता. നാം പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എങ്കിൽ അത് വേറെ വിഷയം. ഞാൻ പറയാനുള്ളത് പറഞ്ഞവർ കേട്ടില്ല എന്ന് നിനക്ക് അനുമാനിക്കാം. എന്നാൽ നാം പറയാതിരുന്നത് കൊണ്ട് ഒരു വ്യക്തി നിത്യനരകത്തിൽ വീഴുവാൻ തക്കവണ്ണം സഹോദര സഹോദരി എനിക്കും നിനക്കും ഇടയാകരുത്. आपके सुसमाचार बताने के बाद उन्होंने नहीं सुना है तो वो अलग बात है, परंतु यदि आपने हमें नहीं सुनाया, ये आपके लिए एक दुख की बात बनेंगे. പലപ്പോഴും നാം സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കുന്നതിന്റെ കാരണം, ഹല്ലേലൂയ, നമ്മൾ പറയുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അവർ കാണുന്നില്ല, അതുകൊണ്ടാണ്. कई बार हम सुसमाचार बताते हैं और लोग इसलिए नहीं सुनते क्योंकि जो सुसमाचार हम बोलते हैं वो सुसमाचार हमारे जीवन में वे देख नहीं पाते हैं. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ ചിന്തിക്കണമേ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം ജീവിക്കുവാൻ കഴിയുകയില്ല എങ്കിൽ ആ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ധാർമ്മികമായ ഒരു യോഗ്യതയും നമുക്കില്ല. इसलिए मुझे सुनने वाले मेरे प्रिय भाइयों और बहनों, एक बात ध्यान रखें कि यदि सुसमाचार हम जीने के लिए तैयार नहीं हैं, तो सुसमाचार को बताने के लिए हम योग्य नहीं हैं. മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് നാം തമ്മിനെ ശോധന ചെയ്യണം. ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ, എൻ്റെ ആത്മീക ജീവിതത്തിൽ സത്യമാണോ? दूसरों से प्रचार करने से पहले मुझे अपने आप को जांचना है. मेरे व्यक्तिगत जीवन में, मेरे पारिवारिक जीवन में, मेरे सामाजिक जीवन में क्या मैं इस वचन के अनुसार हूं. 1 കൊരിന്ത്യർ 9:27 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 9 अध्याय के 27वां वचन में हम इस प्रकार पढ़ते हैं, पर पौलुस इस प्रकार कहते हैं,
परंतु मैं अपनी देह को मारता कूटता और वश में लाता हूं, ऐसा ना हो कि औरों को प्रचार करके मैं आप ही किसी रीति से निकम्मा ठहरूं। അതുകൊണ്ട് അതുകൊണ്ട് സഹോദര സഹോദരി, കർത്താവിന്റെ സാക്ഷിയായി ഞാൻ നിൽക്കുമ്പോൾ, നിങ്ങൾ നിൽക്കുമ്പോൾ, കർത്താവിന്റെ ദാസനെന്നും ദാസിയും എന്നുള്ള ടൈറ്റിൽ നമ്മൾ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി വരുന്നുവോ ഇല്ലയോ എന്ന് ഈ ദിവസങ്ങളിൽ ശാന്തമായി നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. इसलिए मेरे प्रिय भाइयों और बहनों, जब हम मसीह के गवाह कहलाते हैं, जब हम मसीह के दास और दासी कहलाने के लिए कोशिश करते हैं, तब हम अपने जीवन में इस बात को ध्यान से देखें, क्या हम मसीह के आदर्श में हम अपने आप को एक आदर्श दूसरों के लिए बना पाते हैं कि नहीं. There is a saying out in English. ഇംഗ്ലീഷിൽ ഒരു saying ഉണ്ട്, our life speaks louder than our words. अंग्रेजी में एक कहावत इस प्रकार है, हमारे शब्दों से ज्यादा हमारा जिंदगी बातें करते हैं. നമ്മൾ പറയുന്നതല്ല മനുഷ്യൻ കേൾക്കേണ്ടത്, നമ്മുടെ ജീവിതം മറ്റുള്ളവർ കാണണം. हम जो बोलते हैं वो लोग सुनने से बढ़कर हमारे जीवन वो देखकर सुसमाचार को सुनने पाए. വാക്കുകളേക്കാൾ ജീവിതത്തിന് ശക്തിയുണ്ട് ദൈവമക്കളെ. हमारे बोली से बढ़कर हमारे जीवन में सामर्थ्य है मेरे प्रियो. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് നമ്മളൊരു ദൈവ പൈതലാണ്, ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാം. ഒരു കഷ്ടതയും അനുഭവിക്കേണ്ടി വരില്ല. हम चाहें तो हम एक मसीही, हमारी मसीही पहचान को छिपाकर हम जिंदा रह सकते हैं, जीवन यापन कर सकते हैं, तो कोई दुख हमारे जीवन में नहीं आएगा. സുവിശേഷം പറയുമ്പോൾ സുവിശേഷത്തിന് അനുയായിയായി ഒരു ദൈവ പൈതലായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുമ്പോൾ പീഡനത്തെ ഭയന്ന്, കുടുംബത്തിൽ നിന്ന് എന്നെ വെളിയിലാക്കുമെന്ന് ഭയന്ന്, എനിക്ക് സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു രഹസ്യ വിശ്വാസിയായിട്ട് വേണമെങ്കിൽ ജീവിക്കാം. जब मैं मसीह हूं, जब ये पहचान बता करेंगे तो मेरे परिवार से बाहर निकालेंगे, मेरे धन संपत्ति नष्ट होंगे, इसलिए डर के मारे हम एक गुप्त विश्वासी के रूप में हम रहस्य में जीवन बिता सकते हैं. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെ നീ ജീവിക്കുന്നുവെങ്കിൽ നിന്നെ ഓർത്ത് കർത്താവ് സന്തോഷിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ നിത്യതയിൽ നീ എത്തിയാൽ തന്നെ എത്രമാത്രം ദുഃഖം അവിടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തയ്ക്ക് അതീതമാണ്. यदि आप ऐसा एक गुप्त जीवन जिएंगे तो मसीह आपसे खुश नहीं होंगे. चाहे आप उस आनंदधाम में प्रवेश भी करें तो भी वहां पर कितने दुख का अनुभव होगा. ഒന്ന് ഓർത്തു നോക്കി, അപ്പോസ്തലന്മാർ രഹസ്യ ജീവിതം നയിച്ചിരുന്നെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ മിഷണറിമാർ രഹസ്യ ജീവിതം നയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ നാം ജീവിക്കുന്ന സ്ഥലത്ത് സുവിശേഷം എത്തുമായിരുന്നു. आप एक बात सोच कर देखें, प्रेरित लोग यदि रहस्य में, गुप्त में मसीह जीवन बिताया होता, पिछले दिनों में मिशनरी लोग जो हमारे भारत देश में आए, वे यदि मसीही जीवन में गुप्त रहा होता, तो क्या आज भारत में इतने सारे लोग मसीह पर विश्वास कर पाते? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, കർത്താവിന്റെ വിശ്വസ്ത സേവകരായി നമ്മെ ഏൽപ്പിച്ച വേല നിവർത്തിക്കാം. इसलिए परमेश्वर का अनुग्रह पाकर, परमेश्वर की ओर से सामर्थ पाकर, मसीह ने जो सेवकाई सौंपी है उसको हम पूरा करने के लिए आगे बढ़ें. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, They shall put you out of synagogues, and the time comes that whosoever kill you will think that he does God's service. यूहन्ना सुसमाचार 16 अध्याय में हम इस प्रकार पढ़ते हैं कि वे तुम्हें हमें न्यायों के सामने लेकर जाएंगे और मार डालेंगे, और वे सोचेंगे कि वे एक पवित्र काम को कर रहे हैं. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതാ ഈ നാളുകളിൽ കാണുന്നത്, അനേകർ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മുടെ ആരാധനാലയങ്ങൾ തകർക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ അവർ കരുതുന്നത് അവർ ദൈവത്തെ സേവിക്കുന്നുവെന്നാണ്. यही हम इस संसार में देख रहे हैं. जब हमारे आराधनालयों को तोड़ते हैं, लोगों को सताते हैं, तो वे सोचते हैं कि वे उनकी परमेश्वर की सेवा कर रहे हैं. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് മുന്നറിയിപ്പ് തന്നു, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. और प्रभु यीशु मसीह ने कई सालों पहले हमें ये अवगत कराया यूहन्ना 16:2 में कि यही हमारे जीवन में होने वाला है.
ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് 25 മുതലുള്ള വാക്യങ്ങൾ വേഴ്സ് 25 ഡൗൺവേർഡ്സ് അതിൽ എഴുതിയിരിക്കുന്നു, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പനേക്കാൾ അധികം, അമ്മയേക്കാൾ അധികം, സഹോദരങ്ങളെക്കാൾ അധികം, സഹോദരിമാരെക്കാൾ അധികം, ആ ഭാര്യയേക്കാൾ അധികം, മക്കളെക്കാൾ അധികം, സ്വന്തം പ്രാണനേക്കാൾ അധികം നാം കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. लूका रजिस्टर समाचार 14 अध्याय के 25 में से जब हम पढ़ते हैं, वहां पर प्रभु यीशु मसीह हमारे लिए इस प्रकार कहते हैं कि हमें दुख उठाने के लिए बुलाए गए हैं, इसलिए हम अपने पिता और माता और पत्नी और बच्चों और भाइयों और बहनों वरन अपने प्राण से भी बढ़कर मसीह से प्रेम करना है. അങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അതിന്റെ അർത്ഥം അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കണമെന്നല്ല, സഹോദരങ്ങളെ ഉപേക്ഷിക്കണമെന്നല്ല. പക്ഷേ when a choice is given before you, when you have to compare between these two aspects, two sides, you will have to choose Lord above every single thing. इसी का मतलब ये नहीं कि आप अपने माता पिता को छोड़ दें, भाई बहन को छोड़ दें, परंतु जब आपके लिए आपके सामने चुनौती होता है कि विश्वास के कारण आपको जब चुनना पड़ते हैं, या आप मसीह को चुनेंगे या आप अपने माता पिता को चुनेंगे या भाई बहनों को चुनेंगे, उस समय आपको मसीह के लिए दुख उठाना होगा. എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. तभी आप मसीह के चेले ठहरोगे. നിങ്ങൾ ആരെങ്കിലും സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും have you ever wondered, have you ever considered how did അപ്പോസ്തലന്മാർ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചതെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? क्या आपने इससे पहले कभी सोचा कि प्रेरित लोग, यीशु मसीह के चेले और प्रेरित लोगों ने कैसे उनके जीवन का अंत को देखा? യാക്കോബിന്റെ മരണം, യാക്കോബിനെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യാക്കോബിനെ ഹേരോദാവ് ശിരച്ഛേദം ചെയ്തു എന്ന്. प्रेरितों के पत्री 12 अध्याय के दूसरे वचन में हम इस प्रकार पढ़ते हैं, यहाँ में प्रेरितों में से याकूब को हेरोदास ने तलवार से मार डाला. യാക്കോബ് മരിക്കുന്ന സമയം ചരിത്രം പറയുന്നത് ഏതാണ്ട് 30-32 വയസ്സിൽ താഴെ കാണത്തുള്ളൂ. जब याकूब मरा वो केवल 30 और 32 साल की उम्र का था. നിങ്ങൾക്കറിയാമോ, ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്, കൊല്ലുന്നതിന് വേണ്ടി ഹേരോദാവിന്റെ പടയാളികള് യാക്കോബിനെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോയ ഒരു മനുഷ്യൻ യാക്കോബിന്റെ ധൈര്യം കണ്ടിട്ട്, കർത്താവിനോടുള്ള സ്നേഹം കണ്ടിട്ട്, സന്തോഷത്തോടെ ധൈര്യത്തോടെ മരണത്തെ നേരിടുവാൻ പോകുന്നത് കണ്ടിട്ട് ഈ കർത്താവിൽ വിശ്വസിക്കുവാന്റെ ഗുണമിടയായെന്നും യാക്കോബിനെ കൊല്ലുന്നതോടുകൂടി ഈ മനുഷ്യൻ പറയുകയാണ്, ഈ കർത്താവിനെ ഞാനും വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ ആ മനുഷ്യനും മരണം വരിക്കുന്നതായിട്ട് ചരിത്രത്തിൽ വായിക്കുവാന്റെ ഗുണമിടയായി. इतिहासकार इस प्रकार बताते हैं, जब याकूब को मार डालने के लिए ले जा रहा था, वहां पर एक व्यक्ति जो भीड़ में खड़ा था, उसने याकूब के हियाव और हिम्मत को देखा और यीशु के प्रति उनके प्रेम को देखा, तो उसने भी प्रभु यीशु मसीह को स्वीकार किया और याकूब के साथ वो भी मार डाला गया. ഫിലിപ്പ് മരിച്ചത് എങ്ങനെയാണെന്ന്, കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ ഫിലിപ്പ് മരിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. He was thrown into prison and then he was crucified. फिलिप्पुस के विषय में, फिलिप्पुस जो प्रेरित थे उसके मृत्यु के विषय में इस प्रकार कहते हैं, उसको बंदी गृह में डाला गया और बाद में उसको क्रूस पर चढ़ाकर मार डाला. ചരിത്രം പറയുന്നു മത്തായിയെ വാളുകൊണ്ട് കൊന്നതായിട്ട്. और मत्ती के विषय में इतिहासकार कहते हैं तलवार से मत्ती को मार डाला. അൽഫായുടെ മകനായ യാക്കോബിനെ സ്റ്റോൺ ടു ഡെത്ത്, കല്ലെറിഞ്ഞു കൊന്നതായിട്ട് ചരിത്രം പറയുന്നു. अल्फाई के पुत्र याकूब जो दूसरा प्रेरित था, उसको पथराव करके, पत्थर मार के मार डाला. കർത്താവിന്റെ അപ്പോസ്തലനായ മത്തിയാസിനെ ആദ്യം കല്ലെറിഞ്ഞു, പിന്നീട് കഴുത്ത് ശിരച്ഛേദം ചെയ്ത് കൊന്നതായിട്ട് ചരിത്രം വായിക്കുന്നു. मत्तियास नामक प्रेरित जो यहूदा के स्थान में चुना गया था, उसको पहले पथरवा किया, उसके बाद हमें सर अलग, धड़ से अलग करके मार डाला. അന്ത്രയോസിനെ ക്രൂശിന്മേൽ കൊന്നു, എന്നിട്ട് അവന്റെ ശരീരം കുരിശിന്റെ മേൽ 3 ദിവസം വരെ തൂക്കിയിട്ടു എന്ന് ചരിത്രം വായിക്കുന്നു. अंद्रयोस जो था, जो प्रेरित था, उसको भाले से मारा, उसके बाद क्रूस पर 3 दिन तक टांग रखा. അപ്പോസ്തലനായിരുന്ന പത്രോസിനെ തലകീഴായി ക്രൂശിച്ചതായിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നു.
इतिहास में हम पढ़ते हैं कि प्रेरित पतरस जो थे उनको उल्टा क्रूस पर लटका कर मार डाला। കർത്താവിന്റെ അപ്പോസ്തലനായ തദ്ദായിയോസിനെ ക്രൂസിഫൈ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. तथाई नामक प्रेरित को भी क्रूस पर लटका कर मार डाला। ബർത്തലോമായിയെ തല മുതൽ താഴെ വരെ ഉടനെ മുഴുവനും അടിച്ച് ചതച്ച ശേഷം അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്തതായിട്ട് ചരിത്രത്തിൽ എനിക്ക് വായിക്കുവാനിടയായി. बर्तलमाई के विषय में इतिहास में मैंने इस प्रकार पढ़ा कि उसको सर से लेकर पांव तक मार मार कर गांव से भर दिया था, उसके बाद क्रूस पर लटका कर मार डाला। ഭാരതത്തിലേക്ക് കടന്നു വന്ന അപ്പോസ്തലനായ തോമാസിനെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നു. तोमा जो भारत में आया हुआ एक प्रेरित था, हमें ईसवी 52 में, और उसको हमें उत्तर दक्षिण भारत में हमें भाले से छेद कर उसको मार डाला था। എരിവുകാരനായ ഷീമോനെ ക്രൂസിഫൈ ചെയ്തതായിട്ട് ചരിത്രത്തിൽ വായിക്കുവാൻ എനിക്കിടയായി. और शीमोन जो थे, हमें कुरेनी जो शीमोन थे, उसको क्रूस पर मार डाला। യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു. എന്നാൽ തിളച്ച എണ്ണയിൽ നിന്ന് അത്ഭുതകരമായി യോഹന്നാൻ അപ്പോസ്തലൻ രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയതായിട്ട് ചരിത്രത്തിൽ വായിക്കുന്നു. यूहन्ना जो प्रेरित थे उनके विषय में हम इतिहास में पढ़ते हैं, उनको उबले हुए तेल में मरने के लिए डाल दिया था, लेकिन उबले हुए तेल में से भी वो बच गया और बाद में पतमोस नामक आमीन जो पत्थर से भरे हुए टापू में उसको आमीन दूसरे स्थान में डाल दिया था। രക്തസാക്ഷിത്വം വഹിക്കാത്ത ഒരേ ഒരു അപ്പോസ്തലൻ യോഹന്നാൻ മാത്രമാണ്. और केवल यूहन्ना ही हमें मसीह के लिए शहीद नहीं हुए और साधारण रीति में उसका मौत हुआ था। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തങ്ങളുടെ ഗുരുവായ ക്രിസ്തു അനുഭവിച്ച കഷ്ടത്തിന്റെ വഴികളിലൂടെ മാത്രമല്ലേ അപ്പോസ്തലന്മാർ ഓരോരുത്തരും കടന്നുപോയത്. मुझे सुनने वाले प्रिय भाइयों और बहनों, प्रेरितों के जीवन से हम इस बात को देखते हैं कि उनके लिए मरा हुआ मृत्यु सहा यीशु मसीह के लिए स्वयं क्लेश और दुख उठाकर हमें उस मार्ग पर वे चले गए। ധനവാനായിരുന്ന, എല്ലാറ്റിലും പേരും പെരുമയും ഉണ്ടായിരുന്ന, വിദ്യാസമ്പന്നനായിരുന്ന പൗലോസ് സകലത്തെയും വിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ ജീവിതം മുഴുവനും കടന്നുപോയിടത്തൊക്കെയും ഉപദ്രവം സഹിച്ച് കഷ്ടത അനുഭവിച്ച് അവസാനം നീറോ ചക്രവർത്തിയുടെ വാളിനാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടതായിട്ട് ദൈവം നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയും. हम प्रेरित पौलुस के विषय में जो पहले बहुत धनी था, जिसने अपने धन और सब दौलत सब कुछ मसीह के लिए छोड़ दिया, उसने अपने जीवन में कई क्लेश और दुख उठाकर अंत में नीरो शासक के समय में तलवार से हमें सिर दर्द से अलग करके मार डाला गया। എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ലോകം നമ്മളെ വെറുക്കുന്നത്? मेरे प्रिय भाइयों, संसार हमसे घृणा क्यों करता है? എന്തുകൊണ്ടാണ് രാജ്യങ്ങളും രാജ്യഭരണാധികാരികളും നമുക്കെതിരായി വരുന്നത്? देश देश के शासक लोग हमारे विरोध हमें बैर क्यों करता है? എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വെറുക്കുന്നു, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ വെറുക്കുന്നു, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ വെറുക്കുന്നു? क्यों मसीह होने के कारण आपके मित्र, आपके गांव के लोग, आपके क्षेत्र के लोग आपसे बैर क्यों करता है? It is only because of the life we live and the faith that we hold. ये केवल वो मसीह जीवन जो हम जी रहे हैं और जो विश्वास मसीह में जो हम रख रहे हैं, इसी के कारण होते हैं। നമുക്ക് ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയുകയില്ല. हम इस संसार के साथ मिलकर नहीं जी पाएंगे। ലോകത്തിന്റെ വഴികളിലൂടെ നമുക്ക് പോകുവാൻ കഴിയുകയില്ല. हम संसार के मार्ग पर मसीह के लिए जी नहीं पाएंगे। കൂട്ടുകാർ പറയുന്ന തമാശകൾ കേട്ട് ചിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. कई बार हम अपने मित्रों के द्वारा कहे जाने वाले ठट्टे की बातें सुनकर हंस नहीं पाएंगे। ലോകത്തിന്റെ വഴികളിൽ പണം ഉണ്ടാക്കുന്ന രീതിയിൽ പോകുവാൻ നമുക്ക് കഴിയുകയില്ല. संसार के लोग जैसे पैसा कमाने के लिए मार्ग अपनाते हैं, वैसे मार्ग में हम चल नहीं पाएंगे। അപ്പനും അമ്മയും ചിലപ്പോൾ പറയുന്നത്, ലോകത്തിലുള്ളവർ പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് തലയാട്ടുവാൻ നമുക്ക് കഴിയുകയില്ല. कई बार अपने माता पिता की बातों को भी हम उसके सामने भी सर हिलाकर हाँ सही है ये कह नहीं पाएंगे, उनका भी कई बार विरोध करना पड़ेगा। നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മൾ മറ്റൊരു ലോകത്തിന്റെ വകയാണ്.
हम इस संसार में भले ही जीवित रहते हैं, लेकिन हमें एक दूसरे संसार के, दूसरे जगह के, आसमानी दुनिया के नागरिक हैं। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നാം ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് ഈ ഭൂമിയിൽ. दूसरे कुरिन्थियों 5 अध्याय में जिस प्रकार हम पढ़ते हैं, हम इस संसार में मसीह के राजदूत हैं। ഞാൻ ഈ ലോകത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ, ഇതിലെ സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോൾ, ലോകത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമ്പോൾ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട്: ഞാൻ ഈ ലോകക്കാരനല്ല, ഞാനൊരു മറ്റൊരു ലോകത്തിന്റെ വകയാണ്. जब मैं इस संसार के सड़कों पर होकर, लोगों के बीच में से होकर चलते हैं, एक बात मुझे स्मरण रहता है कि मैं इस संसार का नहीं हूं, मैं उस स्वर्ग का नागरिक हूं। അങ്ങനെ ആര് പറയുന്നുവോ അവർ കഷ്ടം സഹിക്കേണ്ടി വരും. जो कोई अपने आप को ऐसे स्वीकार करते हैं, उनको इस संसार में दुख उठाना होगा। നിങ്ങളിൽ എത്ര പേർക്ക് പോളികാർപ്പിന്റെ ജീവചരിത്രം അറിയാം? आप में से कितने लोगों ने पोलीकार्प नामक परमेश्वर के संत के विषय में सुना है? വെളിപ്പാട് പുസ്തകത്തിലെ സ്മരണ സഭയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. हम सब लोग प्रकाशित वाक्य के स्मुरना की कलीसिया के विषय में सुना है। 2-ാം നൂറ്റാണ്ടിലെ, അതായത് AD 150 കാലഘട്ടങ്ങളിലെ സ്മിർന സഭയുടെ ബിഷപ്പായിരുന്നു പോളികാർപ്പ്. दूसरी सदी में अर्थात ईस्वी 150 के समय में पोलीकार्प जो है स्मुरना की कलीसिया के अध्यक्ष थे। അന്ന് റോമ സാമ്രാജ്യത്തിലുള്ളവർ കൈസറിനെ അഭയം ചൊല്ലണമെന്നും കൈസറിനെ ദൈവമായിട്ട് അംഗീകരിക്കണമെന്നും യേശുവിന്റെ നാമത്തിൽ നീ പ്രസംഗിക്കരുതെന്നും യേശുവിന്റെ നാമത്തെ റീകാൻഡ് ചെയ്യണമെന്നും പോളികാർപ്പിനോട് അന്നത്തെ അധികാരികൾ ആവശ്യപ്പെട്ടു. उस समय रोमी अधिकारियों के द्वारा यह नियम चलाया गया कि केवल कैसर जो रोमी शासक थे उससे प्रार्थना करना है और यीशु मसीह से प्रार्थना करना बंद करना है। यीशु मसीह की आराधना और उपासना बिल्कुल पूरी तौर से दूर करना है कर उन्होंने, रोमी अधिकारियों ने पोलीकार्प जो कलीसिया के अध्यक्ष थे उनसे मांग किया। അദ്ദേഹം പറഞ്ഞു, 86 വയസ്സുള്ള എനിക്ക് ഇത്രയും കാലവും നല്ലവനായിരുന്ന എൻ്റെ കർത്താവിനെ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിനെ എങ്ങനെ തള്ളിപ്പറയുവാനായിട്ട് കഴിയും? और तब पोलीकार्प ने यीशु को त्यागने के लिए जब मांग किया गया, पोलीकार्प ने जवाब में कहा, पिछले 86 साल तक मुझे संभालने वाले प्रभु यीशु मसीह को, मेरे साथ भलाई करने वाले यीशु मसीह को मैं अपने जान के खातिर कैसे इनकार कर सकता हूं? ലോകത്തിന്റെ പ്രഭുവാകുന്ന, എൻ്റെ സർവശക്തനാകുന്ന എൻ്റെ രാജാവിനെ എനിക്ക് എങ്ങനെ തള്ളിപ്പറയുവാനായിട്ട് കഴിയും? संसार के राजाओं का राजा प्रभु को, सर्वशक्तिमान परमेश्वर को मैं कैसे इनकार कर सकता हूं? അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. आगे के 5 मिनट के अंदर मैं मेरी बातों को समाप्त करना चाहता हूं। പല അവസരങ്ങൾ പോളികാർപ്പിന് കൊടുത്തെങ്കിലും ഒരവസരത്തിലും കർത്താവിന്റെ നാമത്തെ ദുഷിച്ചില്ല. അവൻ കർത്താവിന് വേണ്ടി നിന്നു. पोलीकार्प को रोमी अधिकारियों ने बार बार अवसर दिया यीशु को इनकार करने के लिए, परंतु पोलीकार्प मसीही विश्वास में दृढ़ बना रहा। അദ്ദേഹത്തെ അവസാനം കച്ചിത്തുറുമ്പിൽ ചേർത്ത് കെട്ടിയിട്ട് ജീവനോടെ തീ വെച്ച് കൊന്നതായിട്ട് ചരിത്രത്തിൽ വായിക്കുന്നു. अंत में उनको एक पोल से बांधने के बाद, जिंदा बांधने के बाद, जिंदा ही उनको आग लगा दिया गया। ആ തീക്കകത്തുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പാടിക്കൊണ്ട് തന്നെ ആ ഭക്തൻ തന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചു. उनके चारों ओर फूसे इकट्ठे कर आग जब लगाया, उस आग के बीच में रहकर परमेश्वर की स्तुति करते हुए उसने अपना जान दे दिया मसीह के लिए। 1-2 നൂറ്റാണ്ടുകളിൽ ഭക്തന്മാർ സാധാരണ വിശ്വാസികളെ പോലും നീറോ ചക്രവർത്തി ഉപദ്രവിച്ച വഴികൾ എന്തെന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റിലോ മറ്റു ലൈബ്രറികളിലോ പോയി വായിച്ചാൽ മനസ്സിലാകും. आपको कई पुस्तक उपलब्ध हैं और इंटरनेट में भी ये बातें का इतिहास का जिक्र है, जहां पर पहली और दूसरी सदियों में नीरो नामक शासक के द्वारा यहां तक साधारण विश्वासियों को भी कितने कठिन रीति में सताया गया था। വിശ്വാസികളെ നഗ്നരാക്കി വലിയ പോസ്റ്റുകളിൽ കെട്ടി തന്റെ ഉദ്യാനങ്ങളിലൊക്കെ നിർത്തിക്കൊണ്ട് സന്ധ്യയാകുമ്പം അവർക്ക് തീ കൊടുക്കുക നീറോയുടെ പതിവായിരുന്നു.
और मसीह विश्वासियों को पकड़कर उनको जिंदा ही उन खंभों के साथ, जिसमें मसाल, उस समय बिजली नहीं हुआ करते थे, मसाल जलाते थे, अपनी वाटिका में सड़क के किनारे खंभों में विश्वासियों को जिंदा बांधकर, कपड़ों के साथ बांधकर मसाल के रूप में जलाए जाते थे। അതുപോലെ തന്നെ വിശ്വാസികളുടെ ശരീരത്തെ കത്തികൊണ്ട് വരിഞ്ഞ് രക്തം ഒഴുക്കിച്ചിട്ട് ആ വിശ്വാസികളെ തന്റെ വളർത്തു നായ്ക്കളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക നീറോയുടെ വിനോദമായിരുന്നു. और नीरो को यह पसंद था कि विश्वासियों के शरीर में चीरा लगाकर लहूलुहान करने के बाद अपने कुत्तों के सामने उनको डाल देते थे। അത് അയാളുടെ മറ്റു വിനോദങ്ങളായിരുന്നു. അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അന്ധരായി കഴിയുമ്പോൾ അവരുടെ കൈകൾ മുറിച്ചെടുത്തിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ തീക്കകത്തിട്ട് പൊരിക്കുന്നത് അയാളുടെ വിനോദമായിരുന്നു. और मसीह विश्वासियों के आंगों को निकालने के बाद उनके हाथों को काट कर उन हाथों को उनके सामने ही हमें आग में सेकता था। എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നറിയാമോ? ഈ പീഡനങ്ങൾ കണ്ട് മറ്റുള്ളവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം. ये सारे सताव और कठिन उपद्रव इसलिए उन्होंने विश्वासियों के साथ किया ताकि और लोग मसीह पर विश्वास नहीं कर सकें। എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പീഡനം വർദ്ധിക്കും തോറും ദൈവത്തിന്റെ സഭ വളർന്നുകൊണ്ടേയിരുന്നു. परंतु मेरे प्रिय भाइयों और बहनों, आमीन, मैं आपसे कहना चाहता हूं, जितना सताव बढ़ा उतना मसीह की कलीसिया बढ़ती और बढ़ती गया। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. इसलिए मत्ती रचित सुसमाचार 5 अध्याय के 10 में से 12 तक इस प्रकार पढ़ते हैं, धन्य है वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज उन्हीं का है। धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करें और सताएं और झूठ बोल बोल कर तुम्हारे विरोध में सब प्रकार की बुरी बातें कहें, तब आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसलिए कि उन्होंने उन भविष्यवक्ताओं को जो तुमसे पहले थे इसी रीति से सताया था। ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കുവാനായിട്ട് ഒരുങ്ങാം. इन दिनों में हम अपने आप को तैयार करें कि हम परमेश्वर के लिए तैयार हो। ശ്രേഷ്ഠമായ ഒരു പ്രത്യാശയോടെ സ്വർഗത്തിനു വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. एक विशेष आशा के साथ मसीह यीशु के आगमन के लिए हम अपने आप को तैयार करें। കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിനായി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. परमेश्वर के वचन के सामने अपने आप को नम्र करते हुए पवित्र करने के लिए पवित्र आत्मा के हाथों में अपने आप को सौंप दें। നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. धन्य हो तुम जब धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ രാത്രി അടിയങ്ങൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ശ്രേഷ്ഠദാസനോട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവണ്ണം കർത്താവെ ദൈവവചനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അങ്ങയുടെ ഭൃത്യനെ ഇന്നത്തെ രാത്രി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിച്ചല്ലോ. അങ്ങയുടെ ദാസനും കുടുംബത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ എൻ്റെ അപ്പച്ചനു വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം തനിക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് മുഴുവനും എൻ്റെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ശ്രേഷ്ഠമായതിനെ മുൻകരുതി കർത്താവെ അനേകരെ ഒരുക്കുവാനും അങ്ങയുടെ ദാസന്റെ മേലെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുമാറാകണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രി ശുശ്രൂഷയിലായിരുന്ന കർത്താവെ കേട്ടുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ ഭക്തന്മാർക്കായി, ഭക്തകൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാർക്കായി, ദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും വില കൊടുത്ത് അങ്ങേ അനുഗമിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങൾ വർദ്ധിപ്പിക്കുവാനും സ്വർഗം ഇടയാക്കിക്കാട്ടെ. അങ്ങയുടെ ജനമാകുന്ന ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടപ്പിച്ച അങ്ങയുടെ വരവേത് നിമിഷവും സംഭവിക്കാം. അപ്പൊ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും ഞങ്ങളെ ഒരുക്കുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും സ്വർഗം കൃപ തന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാറ്റിലും അങ്ങയുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുത്തണം.
യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ടുണ്ട്. Hallelujah. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ടുണ്ട്. आइए हम प्रार्थना करें। प्यारे पिता जीवित अनुग्रहकारी परमेश्वर, हम धन्यवाद देते हैं आपके पवित्र वचन के लिए। प्रभु, हम धन्यवाद करते हैं आपने ये सुंदर समय आपके दास के द्वारा हमसे बात किया। प्रभु, हम अपने आप को सौंपते हैं, वचन सुने हुए प्रत्येक जनों को सौंपते हैं, हर एक परिवारों को सौंपते हैं। प्रभु, जो कोई भी परमेश्वर आज भी विश्वास के कारण, धार्मिकता के कारण सताए जाते हैं, दुख उठाते हैं, निंदा सहते हैं, अपमान सहते हैं, उन सभी को तेरे हाथों में सौंपते हैं। प्रभु जी, आपके आगमन के लिए विश्वास योग्यता के साथ दुख उठाने के लिए, आपके पद चिन्हों के पीछे चलने के लिए प्रभु हम सबको अनुग्रह दे। प्रभु, हम सब अपने आप को तैयार कर सके, उसके लिए सामर्थ्य और अनुग्रह प्रदान कर। प्रभु, आपकी कलीसिया को ऐसा आशीष और अनुग्रह दे। सारे आदर महिमा हम आपको देते हैं यीशु मसीह के नाम से, आमीन आमीन। अब पिता परमेश्वर का प्रेम, प्रभु यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सहभागिता, प्रभु यीशु मसीह के आगमन तक का वचन सुनाए हुए प्रभु के दास के साथ, परिवार के साथ, उपस्थित प्रत्येक परमेश्वर के जनों के साथ, प्रभु यीशु के कलीसिया के कार्यों के साथ हमेशा और हमेशा होती रहे।